സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ച് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഓഫീസിലെ ഇന്ത്യക്കാരായിട്ടുള്ള എൻജിനീയേഴ്സ്, നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള എൻജിനീയേഴ്സിന് ട്രീറ്റ് തരുന്ന ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇത്തവണ നമ്മുടെ കമ്പനി ഹയർ ചെയ്തിട്ടുള്ളത് 5 ഇന്ത്യൻസിനെയും ഒരു ബ്രസീൽ സിറ്റിസനെയുമാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ട്രീറ്റാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ച് അകലെയുള്ളൊരു പാർക്കിലാണ് നമ്മളുടെ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 സീനിയേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ബാക്കിയുള്ളവർ ഫുഡും ബാക്കിയുള്ള ഡ്രിങ്ക്സും എല്ലാം ആയിട്ട് നമ്മുടെ പാർക്കിലോട്ട് ഡയറക്റ്റ് വരും. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ പാർട്ടി എന്ന് പറയുമ്പോൾ വലിയ ഒഫീഷ്യലി നടത്തുന്ന ഒരു പാർട്ടിയൊന്നുമല്ല, ജസ്റ്റ് സിംപ്ലി ആ ഒരു ഇന്ത്യക്കാർ, എസ്പെഷ്യലി കേരളൈറ്റ്സ്, ഓക്കെ, അതായത് ഇത് ഫുള്ള് കേരള മലയാളികളാണ്. അതുകൊണ്ട് മലയാളികൾക്ക് നടത്തുന്ന ഒരു ട്രീറ്റാണ്. ഓക്കെ, മാത്രമല്ല ജപ്പാനിൽ ഇപ്പോൾ നമ്മളൊരു സംഘമായിട്ടാണ് നടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ചിരി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്താ പറയുക, ഒരു വലിയൊരു തോതിലുള്ള മലയാളികളുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ലൈക്ക് ഇത്രയും എൻജിനീയേഴ്സിന് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങോട്ട് ക്ഷണിച്ചത്. അപ്പം ലൈക്ക് നമുക്കൊരു മലയാളി, ആസ് എ മലയാളി അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഭയങ്കര പ്രൗഡാണ്. ഇത്ര തോന്നെ എംപ്ലോയീസ് നമ്മുടെ കമ്പനിയിൽ ഹയർ ആവുന്നത് കാരണം. എന്തായാലും അപ്പോൾ നമുക്കിങ്ങനെ പതിയെ നടന്നു പോവാം. ഓക്കെ, അതാണ് നമ്മുടെ ന്യൂ എൻജിനീയേഴ്സും അതുപോലെ നമ്മുടെ ഓഫീസിലുള്ള പഴയ എൻജിനീയേഴ്സൊക്കെ. ഈ ശ്രീലക്ഷ്മി സാൻ ഓൾറെഡി നിങ്ങൾ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും, നമ്മുടെ തൃശ്ശൂർക്കാരി. ആൻഡ് ദിസ് ഇസ് സാന്ദ്ര ഫ്രം എറണാകുളം. ഓക്കെ, ആൻഡ് ദോസ് ടു ആർ ഫ്രം എവിടുന്ന? രാജഗിരി. യെസ്, എറണാകുളത്ത് രാജഗിരി കോളേജിലുള്ള 2 സ്റ്റുഡൻസ് ആണ്. പേര് പറയോ? പാർവതി, അന്ന. ഓക്കെ, ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ സ്വന്തം ദീപക് സാൻ ഫ്രം എറണാകുളം. ഈ കാണുന്നത് ജപ്പാൻ സീ ആണ്. ഓക്കെ, നമ്മൾ ജപ്പാൻ സീൻ്റെ അടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, നല്ല വ്യൂ ആണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇതിൽ വോയിസ് ഓവറും അല്ലെങ്കിൽ ബാക്കിയുള്ള മ്യൂസിക്കൊന്നും കുത്തി കയറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന ഭംഗി നിങ്ങൾക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വ്യൂ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ അല്ലെങ്കിൽ നോട്ട് ബുക്കിൻ്റെ ഒക്കെ കവർ പേജിൽ നമ്മൾ കാണാറുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സീനറിയൊക്കെ അതുപോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ നിങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനിതിൽ മ്യൂസിക്കൊന്നും ആഡ് ചെയ്യാത്തത് കേട്ടോ. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. പല സൈക്കിളുകളിലായിട്ടാണ് നമ്മുടെ ഫുഡ് എത്തിയിരിക്കുന്നത്. ആൻഡ് മീറ്റ് Mega San. And this is Ashwin and this is Needu San. നമ്മൾ പല കഥകളും പറഞ്ഞിങ്ങനെ പോവാണ്. ആക്ച്വലി നല്ല ഒരു രസമാണ്. ലൈക്ക് ഒരു ഫാമിലി പോലെയാ. നമ്മൾ പറയാറുണ്ട് കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമുക്ക് നമ്മളുടെ പാരൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഫാമിലി ആയിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ കഴിയുന്നത്. ആക്ച്വലി ഇവിടെ ഈ ഒരു സ്ഥലത്ത് ആകെ 10 മലയാളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 10 മലയാളികൾ ഒരു കുടുംബം അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്രത്തോളം നടന്നു വന്ന പാർക്ക്. നമ്മളങ്ങനെ പാർക്കിലെത്തിയിട്ടുണ്ട്. പാർക്ക് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ആക്ച്വലി നമ്മളുടെ മലമ്പുഴ പാർക്കൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നി. പക്ഷെ അവിടെ നമ്മൾ പൈസ കൊടുക്കണം, ഇവിടെ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. ആൻഡ് അതിനേക്കാൾ കൂടുതൽ ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നമുക്ക് നമ്മുടെ ദീപക് സാനോട് ചോദിക്കാം ഈ പാർട്ടീനെ എങ്ങനെ നോക്കി കാണുന്നു എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ദീപക്, എങ്ങനെ നോക്കി കാണുന്നു ഈ പാർട്ടിയെ?
അത്യാവശ്യം നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. വീട്ടിലൊക്കെ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങാൻ പറ്റിയത് തന്നെ നല്ലൊരു കാര്യമായിട്ട് കാണും. അതെ, അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്, വളരെയധികം കൗതുകത്തോടു കൂടി കാത്തിരിക്കുകയാണ് സീനിയേഴ്സിന്റെ പാർട്ടി. പറഞ്ഞിട്ടല്ലേ ടോസ് അടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും 2 ആഴ്ച മുമ്പ് ഇവിടെ എത്തില്ല, 2-3 ആഴ്ച മുമ്പ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മിക്കവാറും ഫസ്റ്റ് ടൈം ഒക്കെ ആയിരിക്കും, വീടൊക്കെ വിട്ട് ഫസ്റ്റ് ജോലി അങ്ങനെയൊക്കെ ആയിരിക്കും. എനിവേസ്, അപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് നമ്മളാണ് ഇപ്പോൾ ഇവിടുത്തെ കൈൻഡ് ഓഫ് ഒരു ഫാമിലി പോലെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ ഗ്രോ ആൻഡ് എവറിത്തിങ്. അപ്പോൾ വെൽക്കം ടു യോനാഗോ. അങ്ങനെ ഒരുപാട് കളിച്ചും ചിരിച്ചും കഴിച്ചും ഒക്കെ ഈ ഒരു ഡേ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നമ്മളുടെ സീനിയേഴ്സ് അറേഞ്ച് ചെയ്ത് തന്ന ഫുഡൊക്കെ എത്ര ഡെലീഷ്യസ് ആയിരുന്നു എന്നുള്ളത് നമ്മുടെ ഈ ഒരൊറ്റ ക്ലിപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആക്ച്വലി. അപ്പോൾ ഗായ്സ്, നമ്മുടെ പാർട്ടി ഇവിടെ കഴിഞ്ഞു. എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അപ്പോഴത്തേക്ക് ഇരുട്ടായി. എന്നിരുന്നാലും പാർട്ടി അടിപൊളിയായിരുന്നു. അതായത് നമുക്ക് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ, സന്തോഷം വന്നാൽ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഇങ്ങനൊരു പാർട്ടി അറേഞ്ച് ചെയ്തതിൽ നമുക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ വ്ളോഗിലൂടെയും അവരോട് എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും സോ ഹാപ്പി, ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ നമ്മൾ ബാക്കിയുള്ള 5 ഇന്ത്യൻസും ഭയങ്കര ഹാപ്പിയാണ് ഇവരുടെ ഈ ട്രീറ്റിൽ. എന്തായാലും എല്ലാവരും ഈ ഒരു വ്ളോഗ് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വല്ലാണ്ട് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇനി അടുത്തൊരു ദിവസം ഡേ ടൈമിൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.